Hello everyone, welcome to True One. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നടന്നിട്ടുള്ള UPSC പരീക്ഷയിലെ 10 ചോദ്യങ്ങളാണ്. സോ 2024 കാറ്റഗറി നമ്പർ 80/24 നടന്നിട്ടുള്ള 10 ചോദ്യങ്ങൾ വളരെ വിശദമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകൾ അതുകൂടി കാണുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയായിരുന്നു നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ബാക്കിയുള്ള 10 ചോദ്യങ്ങൾ, ടോട്ടൽ 20 ചോദ്യങ്ങളാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി പെഡഗോജി ഭാഗത്ത് നിന്ന് വരുന്നത്. പിന്നെ മലയാളം പെഡഗോജിയിൽ നിന്നും ഇംഗ്ലീഷ് പെഡഗോജിയിൽ നിന്നും 2-3 ചോദ്യങ്ങൾ വരാം. അതൊക്കെ ഡിപ്പെൻസ് ആണ്, അവിടെ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഏരിയയിൽ 20 മാർക്കിന് എന്തായാലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിപര ബുദ്ധി. അല്ലേ, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകും. LP UP പഠിക്കണോ, ജനറൽ PSC പഠിക്കണോ, LD പഠിക്കണോ, അല്ലേ? അവിടെയൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ഹൊവാർഡ് ഗാർഡനർ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് മുന്നോട്ട് വെച്ച ആളാണ്. അദ്ദേഹം വ്യക്തിപര ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് 2 ബുദ്ധികൾ പറയുന്നുണ്ട്. അതിൽ താഴെ പറയുന്നവയിൽ വ്യക്തിപര ബുദ്ധിയായി കണക്കാക്കുന്നത്, വ്യക്തിപര ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അയാളുടെ കഴിവുകേടുകളെ കുറിച്ച് അറിയാനുള്ള ബുദ്ധിയാണ് വ്യക്തിപര ബുദ്ധി. അപ്പോൾ അദ്ദേഹം വ്യക്തിപരം എന്ന ടേം വന്നിട്ട് 2 ബുദ്ധി പറയുന്നുണ്ട്. പക്ഷെ അതിൽ ഏതാണ് ഒരാൾ അയാളുടെ സ്വന്തം കഴിവുകേടുകളൊക്കെ തിരിച്ചറിയുന്ന ടൈപ്പ് ബുദ്ധി എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ഇവിടെ 3 റിപ്പീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, 3 റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. പ്രസ്താവന ടൈപ്പ് ചോദ്യമാണ് കേട്ടോ, പ്രസ്താവന ടൈപ്പ് ചോദ്യം. അപ്പോൾ പ്രശ്നമല്ല, കുറച്ചുകൂടി സിമ്പിളാണ്. എന്ത് നോക്കിയാൽ മതി, നിങ്ങൾ ഈ ഒരു ടേം നോക്കിയാൽ മതി. വ്യക്തിപരം എന്ന് പറയുമ്പോൾ പേഴ്സണലാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പേഴ്സണൽ എന്നുള്ള അല്ലെങ്കിൽ വ്യക്തി എന്ന ടേം എത്ര ഓപ്ഷനിൽ വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഭാഷാപര ബുദ്ധിയിൽ വരുന്നില്ല, ഇതാ ഇവിടെ വരുന്നുണ്ട് വ്യക്ത്യാന്തരം. അപ്പോൾ അവിടെ വ്യക്തി എന്ന് വരുന്നില്ലേ. വൈയക്തികം എന്ന് പറഞ്ഞാലും വ്യക്തിപരം എന്നാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ ഇംഗ്ലീഷ് ടേം നോക്കിയാൽ മതിയായിരുന്നു, അല്ലേ? നമുക്ക് എക്സാമിന് എങ്ങനെയും ഉത്തരം കിട്ടുക എന്നുള്ളതാണ്. അവിടെ എല്ലാം പേഴ്സണൽ ഉണ്ട്. അപ്പോൾ വ്യക്ത്യാന്തര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധിയും വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ 2ഉം 3ഉമാണ് ഉത്തരം. 2ഉം 3ഉം സിയിൽ കിടപ്പുണ്ട്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വ്യക്ത്യാന്തര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധിയും രണ്ടാണ്. വ്യക്ത്യാന്തര ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വ്യക്ത്യാന്തര ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി സമൂഹവുമായിട്ട് ഇടപെടുന്ന സമയത്ത് മറ്റുള്ളവരെ കുറിച്ചറിയാൻ, അവരുടെ ചിന്തകളെ കുറിച്ചറിയാൻ, അവരുടെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി. അപ്പോൾ ലീഡേഴ്സിന് ഉണ്ടാകേണ്ടത്, പ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക്, പൊതുപ്രവർത്തകർക്കൊക്കെ ഉണ്ടാകേണ്ടത് ഒരു ബുദ്ധിയാണ്. നമുക്ക് ഉണ്ടാകണം, അവർക്ക് ഏറ്റവും കൂടുതൽ അത് ഉണ്ടാകണം. ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുമ്പോൾ ആന്തരികം എന്ന ടേം സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ കഴിവുകേടുകൾ, ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി. അത് ഓർത്തിരിക്കുക. സ്ഥിരം ചോദിക്കുന്ന 2 ബുദ്ധികളാണത്. ഓക്കെ അല്ലേ? ഒരു 9 ബഹുമുഖ ബുദ്ധികൾ ഹൊവാർഡ് ഗാർഡനറും പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതും ഉൾപ്പെടെ 9 ബുദ്ധികളുണ്ട്. അത് 3ഉം എന്തൊക്കെയാണ്, അതിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിന്നുണ്ടാകുന്ന കഴിവുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. സോ ട്രൂ ഈവൻ ഇതിനകം തന്നെ LPST UPST ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അധ്യാപക സുഹൃത്തുക്കൾ അതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇതാ നോക്കൂ, നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത, കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകരായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അതാണ് ആദ്യമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രത്യേകത, 24/7 മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ കൺസേൺ, കോഴ്സിനെ കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ പഠനത്തെക്കുറിച്ചുള്ള, നിങ്ങളുടെ പഠനവുമായി മുന്നോട്ട് പോകുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മെൻറ്റേഴ്സുമായിട്ട് സംസാരിക്കാം. അതുപോലെ വളരെ ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി എക്സാം ഫോക്കസ്ഡ് സ്റ്റഡി മെറ്റീരിയൽസ് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അല്ലേ, നമ്മൾ വെറുതെ ക്ലാസ് കേൾക്കുക മാത്രമല്ല, നമ്മൾ വായിച്ചു പഠിക്കണം. ക്ലാസ് കേൾക്കുമ്പോൾ ആ ഒരു സമയത്തേക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുമെങ്കിലും പിന്നീട് സ്റ്റഡി മെറ്റീരിയൽസ് വായിച്ചു നോക്കുമ്പോഴാണ് കുറച്ചുകൂടി നമ്മുടെ മനസ്സിലേക്ക് അത് പതിയുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് ട്രൂ വൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദെൻ വീക്ക്ലി ആൻഡ് മന്ത്ലി എക്സാംസ്, അതും
കൃത്യമായിട്ടും അനലൈസ് ചെയ്തുകൊണ്ട് എക്സാം നടത്തുക മാത്രമല്ല, അതിനെ കൃത്യമായിട്ടും നിങ്ങളെ വിലയിരുത്തുകൾ അനലൈസ് ചെയ്യും, ചോദ്യപേപ്പറുകളൊക്കെ കൃത്യമായിട്ടും അനലൈസ് ചെയ്യും. ദെൻ റെഗുലർ റിവ്യൂ ആൻഡ് പെർഫോമൻസ് ഇംപ്രൂവ്ഡ് മീറ്റിംഗ്സ്. പരീക്ഷ നടത്തി നിങ്ങളുടെ മാർക്ക് പറയുക എന്നതിലുപരി നിങ്ങളുടെ പെർഫോമൻസിൽ വന്നിട്ടുള്ള വീഴ്ചകളും പോരായ്മകളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന രീതിയിലുള്ള മീറ്റിംഗ്സും മറ്റു കാര്യങ്ങളും വളരെ വ്യക്തിഗതമായി തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. ദെൻ OMR എക്സാം പ്രാക്ടീസ് സെഷൻസ്. നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു, പക്ഷേ നെഗറ്റീവ് മാർക്ക് എപ്പോഴും നമുക്കൊരു വില്ലനായിട്ട് വരാൻ സാധ്യതയല്ല, പലപ്പോഴും നെഗറ്റീവ് മാർക്കാണ് വില്ലനാകുന്നത്. അപ്പം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കണമെങ്കിൽ കൃത്യമായിട്ടും എക്സാം അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ പരിശീലിക്കണം. അപ്പോൾ നമ്മുടെ സിലബസ് ഏകദേശം കവർ ചെയ്തതിന് ശേഷം നമ്മുടെ എക്സാമിലേക്ക് കിടക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷനൊക്കെ വന്നു, കൺഫർമേഷനൊക്കെ വരാറായി, സിലബസ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആകുമ്പോൾ കൃത്യമായിട്ടും ഒരു OMR എക്സാം എങ്ങനെ എഴുതുന്നോ അതേപോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് OMR ഷീറ്റും മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കും. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് സമയബന്ധിതമായി ഒരു പരീക്ഷ എഴുതുന്നത് പോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സെഷൻസ് അറേഞ്ച് ചെയ്യുന്നതാണ്. ദെൻ PYQ ഡിസ്കഷൻ ആൻഡ് സ്ട്രാറ്റജീസ്, അതൊക്കെ നമ്മൾ ഇതിനകം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ LP UP വിവിധ സബ്ജക്റ്റുകളിൽ എങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നമ്മുടെ പഠനത്തിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ക്ലാസ്സസിൻ്റെ ഒക്കെ മാതൃക യൂട്യൂബിലും അല്ലാതെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയും മറ്റ് സ്ട്രാറ്റജീസും ബോധ്യപ്പെട്ടതിന് ശേഷം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എങ്കിൽ ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഡീറ്റെയിൽസും ജോയിൻ ചെയ്യേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പര്യാവരണം എന്ന് പറഞ്ഞാൽ എന്താ? പര്യാവരണം ചുറ്റുപാട് എന്നാണ് കേട്ടോ, സറൗണ്ടിങ്സ് എന്നാണ്. പാരമ്പര്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പര്യാവരണം. നമ്മുടെ സിലബസിൽ പാരമ്പര്യവും പര്യാവരണവും എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ 3 പര്യാവരണം അഥവാ നമ്മുടെ ചുറ്റുപാടിന്റെ സ്വാധീനത്താൽ വ്യത്യാസം വരുന്നതും 1 നമ്മുടെ ചുറ്റുപാടുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യവുമാണ്. ഏതാണ് ആ 1 പര്യാവരണവുമായിട്ട് ബന്ധമില്ലാത്തത്? അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ പാരമ്പര്യമായി നമുക്ക് കിട്ടുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ബുദ്ധി നമ്മുടെ പാരമ്പര്യവുമായിട്ട് ബന്ധമുണ്ട്, പര്യാവരണവുമായിട്ട് ബന്ധമുണ്ട്, രണ്ടുമായിട്ട് ബന്ധമുണ്ട് അല്ലേ? പര്യാവരണമായിട്ട് അതിന് ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് ബുദ്ധി ഉത്തരമായിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ അഭിക്ഷമത, അതും പാരമ്പര്യവും പര്യാവരണവുമായിട്ട് രണ്ടുമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ മനോഭാവങ്ങൾക്ക് പര്യാവരണവുമായിട്ടാണ് കൂടുതൽ ബന്ധം അല്ലേ? നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിക്കുള്ള മനോഭാവം തന്നെയാണ് നമുക്കും വരുന്നത്. ദെൻ ശരീരത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് അത് ജെനറ്റിക്കൽ ഫാക്ടറാണ്. അതിനെ ചുറ്റുപാടുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. വളരെ സിമ്പിൾ ആയിരുന്നു, പക്ഷേ കുറേ ആളുകളെങ്കിലും കുറച്ചൊന്ന് ചിന്തിച്ച് കുഴങ്ങിയൊരു ചോദ്യമായിരുന്നു. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പ്രശ്നങ്ങളിലെ നിലവിലുള്ള സ്കീമകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ഡാഷ് എന്നറിയപ്പെടുന്നു. അപ്പോൾ പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമ എന്ന പദം കേൾക്കുമ്പോൾ സ്കീമ എന്നാണ് കേട്ടോ, സ്കീമ എന്നല്ല, സ്കീമ എന്നാണ്. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന ഘടകമാണ് സ്കീമകൾ അടുക്കി വെച്ചാണ് നമ്മൾ പുതിയ അറിവുകൾ ഉണ്ടാക്കുന്നത് എന്ന് ആര് പറയുന്നുണ്ട്? പിയാഷെ പറയുന്നുണ്ട്. എന്നിട്ട് പിയാഷെ പറയുന്നു സ്കീമകൾ പുതുതായി ഉണ്ടാക്കിയും നിലവിലുള്ള സ്കീമ അതേപോലെ ഉപയോഗിച്ചും ഒക്കെ നമ്മൾ അറിവുകൾ നേടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് നിലവിലുള്ള സ്കീമ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ നമ്മൾ അതിനെ എന്ത് പേര് പറയും? സ്വാംശീകരണം എന്ന് പറയും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് നമുക്ക് പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റിയില്ല, പുതിയൊരു സ്കീമയുടെ ആവശ്യം വന്നു എങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? സംസ്ഥാപനം. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ എ ആണ്. സ്കീമയിൽ മാറ്റം വരുമ്പോൾ നമ്മൾ എന്ത് പറയും? സംസ്ഥാപനം എന്ന് പറയും. സ്വാംശീകരണവും സംസ്ഥാപനവും കൂടിച്ചേരുന്ന പ്രോസസ്സാണ് അനുരൂപീകരണം അഥവാ അഡാപ്റ്റേഷൻ. മനസ്സിലായോ? അപ്പൊ അനുരൂപീകരണം എന്ന് പറയുന്നത് സ്വാംശീകരണവും സംസ്ഥാപനവും കൂടിച്ചേരുന്ന ഒരു പ്രോസസ്സാണ്. അതുകൂടി ഓർത്തിരിക്കുക. ഞാൻ ഉദാഹരണത്തിലേക്ക് പോകുന്നില്ല, നമുക്കെല്ലാം വളരെ വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ്.
ഇതിനടുത്ത വളരെ എളുപ്പമുള്ള മറ്റൊരു ചോദ്യം, ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ നമ്മൾ രൂപങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒരു 5-6 ലോസ് നമ്മൾ അവിടെ പറയും. അവിടെ സമീപസ്ഥമായവയെ, സമീപസ്ഥം എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ളതാണ് അല്ലെ, സമീപത്തുള്ളത്. അപ്പോൾ അവിടെ തന്നെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിൽ പെടുന്നു? ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം. സമീപം എന്ന് പറയുമ്പോൾ ഇവിടെ കിടപ്പുണ്ട് സാമീപ്യ നിയമം. ഓപ്ഷൻ ബി ആണ്, ലോ ഓഫ് പ്രോക്സിമിറ്റി. അടുത്തടുത്തുള്ളതിനെ ഒന്നായി കാണാനുള്ള പ്രവണത. അതിന്റെ എക്സാമ്പിൾ ഒക്കെ അറിയാലോ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കുറച്ച് സർക്കിൾസ് വരയ്ക്കുകയാണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഇതേ പിക്ചർ തന്നിട്ടുണ്ട്. ചിലപ്പോൾ പിക്ചർ തന്നിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു ഇവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും 3 ഗ്രൂപ്പ് അല്ലെ. ഇതൊരു ഗ്രൂപ്പ്, ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ്, ഇത് മൂന്നാമത്തെ ഗ്രൂപ്പ്. എന്തുകൊണ്ട് നിങ്ങൾ ഇത് രണ്ടിനെയും ഒരൊറ്റ ഗ്രൂപ്പാക്കി? അവ അടുത്തടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അടുത്തടുത്ത് നിൽക്കുന്നതിനെ ഒരൊറ്റ ഗ്രൂപ്പായി കാണാനുള്ള പ്രവണതയാണ് സാമീപ്യ നിയമം കേട്ടോ. സാമീപ്യ നിയമം അല്ലെങ്കിൽ സാന്നിധ്യ നിയമം, രണ്ടും സെയിം ആണ്. ഓക്കെ അല്ലേ? സാമ്യതാ നിയമം എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ളതിനെ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണതയാണ് സാമ്യതാ നിയമം അഥവാ ലോ ഓഫ് സിമിലാരിറ്റി. രണ്ടും മാറിപ്പോകരുത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. മാച്ച് ദ ഫോളോയിങ് എന്നൊക്കെ ഉള്ളൂ അല്ലെ. ഇതുവരെ ചോദിച്ച മാച്ച് ദ ഫോളോയിങ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിക്കാത്തതിൽ നിന്ന് ഒരു ചോദ്യവും വന്നിരുന്നില്ല. നമുക്ക് നോക്കാം എന്താണ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ്. ഇത് ഇവിടെ ഇങ്ങോട്ട് തന്നെ നോക്കാം കേട്ടോ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആരാ പറഞ്ഞത്? വൈഗോട്സ്കി അല്ലേ പറഞ്ഞത്? അപ്പൊ 1C, ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് വെട്ടാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല. രണ്ടാമത്തെ നോക്കാം. ബ്രിഡ്ജസ് ആരെയാ? വൈകാരിക വികാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ കാതറിൻ ബ്രിഡ്ജസിന്റെ ആണ്. 2D എവിടെയൊക്കെ ഉണ്ട്? ഇവിടെ 2D ഉണ്ട്, ഇവിടെ 2D ഉണ്ട്. അപ്പൊ ഒരെണ്ണം പോയി. പിന്നെയും 2 ഓപ്ഷൻ. ക്രിയാഗവേഷണമാണ്. ക്രിയാഗവേഷണം ആരാണ് മുന്നോട്ട് വെച്ചത്? അത് നമ്മുടെ സ്വന്തം സ്റ്റീഫൻ എം കോറി ആണ് കേട്ടോ. സ്റ്റീഫൻ എം കോറി പഠിച്ചു വെക്കണം. ക്രിയാഗവേഷണം അധ്യാപകർ നടത്തുന്ന ഗവേഷണമാണ്. അപ്പൊ 3A ആണ്. A അല്ല B ആണ് കേട്ടോ. 3A അല്ല B ആണ്. ദാ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കൺഫേം ആയി. ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലെ. അഡോളസെന്റ് അഗ്രഷൻ, പിന്നെയുള്ളത് അഡോളസെന്റ് അഗ്രഷൻ ആണ്. അവിടെ വരുന്നത് ആൽബർട്ട് ബന്ദൂര. അഡോളസെന്റ് അഗ്രഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൗമാര കാലഘട്ടത്തിൽ കുട്ടികൾക്ക് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അഗ്രസീവ് ബിഹേവിയർ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന പല വയലൻസ് ഉള്ള സിനിമകളിലും കൂടുതൽ സ്വാധീനത്തിൽ പെട്ടുപോകുന്നത് കൗമാരക്കാരാകാനുള്ള കാരണം ഇതാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം. അപ്പൊ ഇനി നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ഏകദേശം സൈക്കോളജി ഭാഗത്ത് നിന്നുള്ള ചോദ്യമായിരുന്നു. ഇനി നേരെ എവിടേക്ക് വരികയാണ്? നമ്മുടെ മെത്തഡോളജിയിലേക്ക് വരികയാണ് അല്ലെ. നോക്കാം. പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് അഥവാ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ് ICT പഠനം സാധ്യമാക്കുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതായ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ. അപ്പോൾ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്, അവ എന്തിനൊക്കെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിക്കണം. പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. DLED പുസ്തകത്തിൽ പറഞ്ഞ പ്രകാരമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. എന്നാൽ അതോടൊപ്പം പുതിയ എന്തെങ്കിലും കൂട്ടിച്ചേർക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഗെയിംസും ആക്ടിവിറ്റീസും സാധാരണ കുട്ടികൾക്കും അതുപോലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കും ഒക്കെ വേണ്ടി സെലക്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ഉൾക്കൊള്ളുന്ന സോഫ്റ്റ്വെയർ. അതിനകത്ത് തന്നെയുണ്ട്. ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ കംപ്രൈസസ് എന്നാണ്. ദാ ഇവിടെ കിടപ്പുണ്ട് G കോംപ്രീസ് എന്നാണ് കേട്ടോ. G കോംപ്രീസ്. ഓക്കെ അല്ലേ? ടെക്സ്റ്റ് പെയിന്റ്, ഫെറ്റ്, ജിയോജിബ്ര ഒക്കെ നമ്മുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ടും പറയുന്നുണ്ടല്ലേ. ടെക്സ്റ്റ് പെയിന്റ് ചിത്രങ്ങൾക്കൊക്കെ വേണ്ടിയുള്ളതാണ്. ഫെറ്റ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജിയോജിബ്ര മാത്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ അടുത്ത ചോദ്യം. സോ നമുക്ക് 20 ചോദ്യത്തിൽ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് വന്നത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്തത് ഈ ഒരു ചോദ്യം മാത്രമാണ്. ബാക്കിയെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് നോക്കാം. ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ധാരണയായതിനാൽ അതീത ചിന്ത എന്നത് ഒരു ഉയർന്ന ചിന്താശേഷിയാണ്. അപ്പൊ അതീത ചിന്ത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്.
നാം എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിക്കണം, എന്തിനെക്കുറിച്ച് ചിന്തിക്കണം, ഇങ്ങനെ ചിന്തയെക്കുറിച്ചുള്ള ചിന്ത, അതാണ് അതീത ചിന്ത. ഫ്ലേവലൊക്കെ പറഞ്ഞൊരു സാധനമാണ് അല്ലെ അതീത ചിന്ത. ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്, പുറത്തുള്ളതൊന്നുമല്ല. എന്നാൽ അതീത ചിന്തയ്ക്ക് പ്രക്രിയാ തലങ്ങളുണ്ട്, അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ഏത് എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ, പ്രശ്നം മനസ്സിലാക്കൽ, വിവരശേഖരണം, നിഗമനം, ഇങ്ങനെ പല സ്റ്റെപ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം നമ്മളൊരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ധാരണ ഉണ്ടാക്കിയെടുക്കുന്നു, പിന്നെ നമ്മൾ പ്ലാനിങ് നടത്തുന്നു, അതിനുശേഷം വിലയിരുത്തൽ നടത്തുന്നു. അതാണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ കേട്ടോ. ഇപ്പം നമ്മളൊരു ചിന്തയെക്കുറിച്ച് ആദ്യം ഒരു ധാരണ ഉണ്ടാക്കുന്നു, ദെൻ നമ്മൾ പ്ലാനിങ് നടത്തുന്നു, ദെൻ വിലയിരുത്തൽ നടത്തുന്നു. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഈ ഒരു ചോദ്യം മാത്രമാണ് കുറച്ചെങ്കിലും ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് വന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ക്ലിയർ? ദെൻ അടുത്ത ചോദ്യം വളരെ സിമ്പിളായിട്ട് ചോദിച്ചു. ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി 2016 1995 എന്നല്ല 2016 വന്ന ആക്ട് ഏതാണ് ആക്ട്? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഭിന്നശേഷിക്കാർ, അപ്പോൾ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, അവരുടെ അവകാശ സംരക്ഷണത്തിന് അല്ലേ, അവകാശ സംരക്ഷണം. അപ്പോൾ അവിടെ എന്തൊക്കെ വരും? ഒരു ആറൊക്കെ ഇപ്പുറത്ത് വരും അല്ലേ. RPWD ആക്ട് അല്ലേ, RPWD ആക്ട്. മനസ്സിലായോ? അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇങ്ങോട്ട് എടുത്താൽ ഉത്തരമായി RPWD അല്ലേ, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. അവകാശം എന്ന് പറയുമ്പോൾ റൈറ്റ്. അപ്പോൾ റൈറ്റ് ടു അല്ലെങ്കിൽ റൈറ്റ് ഓഫ് PWD എന്ന രീതിയിൽ നിങ്ങൾ എഴുതി നോക്കിയാൽ തന്നെ കിട്ടുന്ന ഉത്തരമായിരുന്നു. ആക്റ്റൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കും മാർക്ക്. ഓക്കെ, ഇനി അടുത്തത് KCFുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരള കരിക്കുലം ഫ്രെയിംവർക്ക് അഥവാ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007. ഇപ്പം നമുക്ക് NCF 2023 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം 2023 അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. സോ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതിശാസ്ത്രങ്ങളിൽ പെടാത്തത്. അപ്പോൾ KCF 2007 ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ KCFിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും. നമുക്ക് വായിച്ചു നോക്കാം. അറിവ് നിർമ്മാണ പ്രക്രിയ പറയാൻ സാധ്യതയുണ്ടോ? പറയാൻ സാധ്യതയുണ്ട്. പണ്ടത്തെ പോലെ സ്പൂൺ ഫീഡിങ് അല്ല, അറിവ് കുട്ടികൾ നിർമ്മിക്കുകയാണ്. അധ്യാപകർ കുട്ടികളിലേക്ക് അറിവ് ചൊരിയുകയല്ല ചെയ്യുന്നത്, കുട്ടികൾ സ്വയം അറിവ് നിർമ്മിക്കുകയാണ്. അപ്പം അത് KCFിൽ പറയാൻ സാധ്യതയുള്ളതാണ്. ദെൻ പാഠപുസ്തക കേന്ദ്രീകൃത പഠനം, അത് പറയാൻ സാധ്യതയുണ്ടോ? പഠനം പൂർണ്ണമായിട്ടും പാഠ്യപുസ്തകത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ മാത്രമാണോ? അല്ല, കുട്ടി സ്കൂളിനകത്തും സ്കൂളിന് പുറത്തും സ്കൂളിൻ്റെ പരിസരത്ത് നിന്നും ഒക്കെ പഠിക്കണമെന്നല്ലേ നമ്മൾ പറയുക. സോ അത് തന്നെയാണ് ഉത്തരമല്ലാത്തത്. സംഭവം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ദെൻ നമുക്ക് നോക്കാം പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാബന്ധിതവുമായ പഠനതന്ത്രങ്ങൾ. നമ്മൾ പഠിക്കുമ്പോൾ വെറുതെ വായിച്ച് പഠിക്കുകയല്ല, നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്, ചെയ്ത് പഠിക്കുക, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് KCF പറയുന്നുണ്ട്. ദെൻ നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയ രീതി അഥവാ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ KCF പറയുന്ന സംഗതിയാണ്. ശരിയല്ലേ? ശരിയാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ. അപ്പോൾ വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ നിന്നും ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്, ചിലപ്പോൾ ഒന്നിലധികവും വരാറുണ്ട്. കൃത്യമായിട്ടും പഠിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? ചെറിയ കുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ കോളേജ് തലം വരെ യൂണിവേഴ്സിറ്റി തലം വരെയുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ കോത്താരി കമ്മീഷനാണ് കേട്ടോ. കോത്താരി കമ്മീഷനാണ് എന്ന് മനസ്സിലാക്കുക. സോ ഡിയേഴ്സ്, നമ്മൾ 20 ചോദ്യങ്ങൾ 2 ക്ലാസ്സിലൂടെ കൃത്യമായിട്ടും ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ അതിനപ്പുറം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റുകളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഠനം എങ്ങനെ കൊണ്ടുപോകണം, ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിക്കണമെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സോ LP UPയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.